ഹലോ, പുതിയൊരു ചിപ്സിനെ പരിചയപ്പെടുത്തിയ പുതിയ ചിപ്സ് കണ്ടോ. ഉരുളക്കിഴങ്ങ് ഒരു മെഷീനകത്തിരുന്നുണ്ട്. ഹലോ ഗൈഡ്സ്, നല്ല വൃത്തിയുള്ള ചിപ്സാണ് കേട്ടോ. നല്ല സെറ്റപ്പ് ചിപ്സാ. നല്ല വൃത്തിയുള്ള വെള്ളം. ഹരിയാന ചിപ്സ് എന്ന് പറയാം. ഹരിയാന. പരിസരമൊക്കെ നോക്കിക്കൊള്ള കണ്ടോ, നല്ല വൃത്തിയുള്ള സ്ഥലം. എല്ലാം നല്ല വൃത്തിയായിട്ട്. ഇതാണ് നിങ്ങളെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് വളർന്നോളും. ഇതാണ് ഹരിയാന ചിപ്സ്. നല്ല വൃത്തിയാ. അത്ര വൃത്തിയുള്ളൂ കേട്ടോ. ഇതാണ് ഹരിയാനയിലെ ഒരു ചിപ്സ്. അത് ചിപ്സ് കട്ടിങ് യന്ത്രം. ഇതാണ് ചിപ്സ് കട്ട് ചെയ്യുന്ന യന്ത്രം. ഈച്ചകൾ ഇഷ്ടം പോലെ സുലഭം. അവിടെ വന്ന് വീഴും കട്ട് ചെയ്ത്. ഇതാണ് പറയുന്നത്, ഉണ്ടാക്കുന്നവൻ തിന്നുന്നില്ല, തിന്നുന്നവൻ അറിയുന്നില്ല. ഇതാണ്. ഇത് പറഞ്ഞാലേ കണ്ടോ, നല്ല വൃത്തിയാ സ്ഥലം കണ്ടോ. ഇതാണ് ഭയങ്കര വൃത്തിയുള്ള സ്ഥലം കേട്ടോ. ഇതാണ് പറയുന്നത്, ഉണ്ടാക്കുന്നവൻ തിന്നുന്നില്ല, തിന്നുന്നവൻ അറിയുന്നില്ല ഇത് എങ്ങനെയാ വരുന്നെന്ന്. നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ. ഇതാണ് വാഷിംഗ് സ്ഥലം. വാഷ് ചെയ്തെടുക്കണം. അതാ ഈച്ചകൾ ഇഷ്ടം പോലെ സുലഭം. ഈ വാഷിങ്ങേ ഉള്ളു കേട്ടോ. അടുത്ത് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഓയിലുണ്ടോ? ഇത് ഉണ്ടാക്കിയത് ഇത് കരി ഓയിലല്ല കേട്ടോ. ഇത് നേരത്തെ മേക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ഓയിലാണ്. അത് ഓരോരുത്തരും കളയുമില്ല.
നല്ല വൃത്തിയുള്ള ഓയിലിൽ സെറ്റായി എടുക്കുന്നുണ്ടോ. ചിപ്സ്, ഇതാണ് പൊട്ടറ്റോ ചിപ്സ് റെഡി. ഇതാണ് പിന്നെ 3 ജാതിക്കാരുടെ ഉപ്പിടും. ഹിന്ദുപ്പ്, ക്രിസ്ത്യാനി ഉപ്പ്, മുസ്ലിം ഉപ്പ്. ഇപ്പം ഹിന്ദുപ്പ ഇടുന്നു, ഹിന്ദുപ്പ് മസാലയൊക്കെ ആയിട്ട്. കണ്ടോ എന്നാ നല്ല കളറല്ലേ. പരിസരം കണ്ടോളാം, പരിസരം. ഇനി പാക്കിംഗ് സെക്ഷൻ കണ്ടോ, നല്ല വൃത്തിയുള്ള സ്ഥലം. പാക്ക് ചെയ്യുന്നുണ്ടോ, ഇതാണ് പാക്ക് ചെയ്യുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്? അപ്പോൾ നിലത്ത് വീണെല്ലാം തൂത്തുവാരി എടുക്കും കേട്ടോ. ഇതിനാ പറയുന്ന ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ചിപ്സ് റെഡി. ഇനി കടകളിൽ സുലഭം. ഇതാണ് പാക്കറ്റ്, ഹരിയാന പാക്കറ്റ് കണ്ടോ, കൊണ്ടിടുന്നുണ്ട്. എന്നെ വൃത്തിയായിട്ടാണ് കൊണ്ടിടുന്നത്. അത് എവിടെ നിന്നാണ് ഉണ്ടാക്കി വരുന്നതെന്ന് അറിയാമോ? ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന മുമ്പേ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന മുമ്പേ 100 വട്ടം ആലോചിക്കുക കേട്ടോ. 100 വട്ടം ആലോചിച്ചിട്ട് വേണം ഇതുപോലെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം ഗസ്റ്റ്.